സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ ലാസ്റ്റ് ടൈം ഷോപ്പിങ്ങിനെ പറ്റിയാണ് കേട്ടോ ഈ വീഡിയോ. ലാസ്റ്റ് ടൈം ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ലാസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. സൺഡേ ആഫ്റ്റർനൂൺ 3 മണിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പുറപ്പെടുന്നത് തന്നെ. 3 മണിക്ക് പുറപ്പെടണമെങ്കിൽ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്കിവിടെ കൂട്ടിന് ഒരാളുണ്ട് കേട്ടോ. എൻ്റെ പാവം ഭയങ്കര പേടിത്തൊണ്ടനാണേ. വലിയ ലഞ്ച് മെനുവിനൊന്നും നമ്മൾ നിന്നില്ല. കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയായിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. ഓൾറെഡി വേറെ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തേക്ക് പൊടിയരിക്കഞ്ഞിക്കകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ റെഡിയാക്കി കേട്ടോ. പിന്നെ അതുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക വീണിട്ടുണ്ടായിരുന്നു. ആ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനി കൂടുതൽ ദിവസം വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിനിടയ്ക്ക് അതും കൂടെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ജോലിക്കിടയിൽ പൂച്ച അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പൂച്ചയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പൂച്ചയുടെ പോലെ മീശയൊക്കെ വരച്ച് പൂച്ചയായിട്ട് കളിക്കാൻ വേണ്ടി ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെഡിയായി ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി കേട്ടോ. നമ്മൾ ചങ്ങനാശ്ശേരി വരെ ഓട്ടോയിലാണ് കേട്ടോ പോയിരുന്നത്. അപ്പോൾ ഇവൾക്ക് വോമിറ്റിങ്ങിൻ്റെ ഭയങ്കര ടെൻഡൻസി ഉള്ള ആളാണ്. അപ്പോൾ ഇവൾക്ക് ഓട്ടോയിലും 2 വീലറിലും പോകുന്നത് കുഴപ്പമില്ല കേട്ടോ. കാറിലും ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ ബസ്സിന് കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് അവളെ തല ഇങ്ങനെ ഇട്ട് കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഈ അമ്മ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചു സീറ്റ് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാനിപ്പോൾ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തി കേട്ടോ. ഇതാണ് ആ ബാൻഡ് കേട്ടോ. ബാൻഡ് ഇട്ടിട്ടുള്ള വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ. എത്തിയിട്ട് നമ്മളൊരു ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഉഴുന്നുവടയാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഏത്തയ്ക്കാപ്പവും സുഖിയനും ഇഷ്ടം, അതില്ലായിരുന്നു അവിടെ. പിന്നെ അവൾ പരിപ്പുവടയും വാങ്ങിച്ചു കേട്ടോ. നല്ല മുരിഞ്ഞ വടയായിരുന്നു കേട്ടോ. പിന്നെ ചായ ചൂടോടെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് കുടിക്കാൻ പറ്റില്ല, എൻ്റെ നാക്ക് പൊള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ പിന്നെ ആറ്റിയൊക്കെ എനിക്ക് അമ്മച്ചി തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും കുടിക്കാൻ നേരത്ത് ഞാൻ ഭയങ്കര ഡിലേ ആണ് കേട്ടോ ചായ കുടിക്കാൻ. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. ഇതിനുള്ളിൽ കയറിയ ടൈം പോകുന്നത് അറിയില്ലല്ലോ. മക്ഡൊണാൾഡുമായിട്ട് പിക്കൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ എന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നത്. ഇവിടേക്കൊന്ന് ജസ്റ്റ് കറങ്ങി വരാമെന്നാണ് കേട്ടോ. അപ്പോൾ റിസയ്ക്ക് ഇതിൽ കയറണമെന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഷോപ്പിങ്ങിന് വന്നുകൊണ്ട് ഇതിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അപ്പം ലുലു ഫാഷൻ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മാല വല്ലാണ്ട് ഇഷ്ടമായി കേട്ടോ. ഞങ്ങളത് വാങ്ങിച്ചേ. അവിടേക്കൊന്ന് ജസ്റ്റ് കറങ്ങി, എന്തായാലും വന്നല്ലേ ഒന്ന് കറങ്ങി എല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇവൾ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവൾക്ക് ട്രോളി എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇവിടെ അല്ല ട്രോളി എടുക്കണേന്ന് പറഞ്ഞു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് ട്രോളി എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മുകളിൽ കുറേ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ ബബിൾ ടീ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബബിൾ ടീ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. അതുകൊണ്ട് പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ട്രോളി എടുക്കുന്നതിന് സന്തോഷമാണ് കേട്ടോ അവൾക്ക്. അപ്പോഴാണ് നമ്മൾ ഭയങ്കര ഹാപ്പി. അങ്ങനെ പിന്നെ അവളുടെ സാധനമൊക്കെ നോക്കി നമ്മൾ ജസ്റ്റ് കറങ്ങാൻ എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവൾക്ക് ഈ എപ്പോൾ പോയാലും ഇങ്ങനെ ഈ കളറിങ്ങിൻ്റെ ഈ സെറ്റ് എപ്പോഴും എടുക്കും കേട്ടോ. അതെന്തായാലും അവൾ എടുത്തു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് കേട്ടോ ഈ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ. അവിടെ പോയാൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഈത്തപ്പഴം വാങ്ങും കേട്ടോ. പിന്നെ വെറൈറ്റി ആയിട്ട് കുറേ വെജീസ് കണ്ടു കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലായിരിക്കും. എന്തായാലും വെറൈറ്റി ആയിട്ട് തോന്നുകൊണ്ട് ഞാൻ അത് എടുത്തു കേട്ടോ. വീഡിയോ ആയിട്ട് എടുത്തു. അല്ലാതെ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ളിലായിരുന്നപ്പോൾ നമ്മൾ സമയം ഒട്ടും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഫോണായിട്ട് എടുക്കുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ നമ്മൾ സമയം ഒട്ടും ശ്രദ്ധിച്ചില്ലായിരുന്നേ. പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിൾസും കേട്ടായിരുന്നു കേട്ടോ. ലെറ്റ്യൂസും ബ്രോക്കോളിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ കണ്ട് മിസ്സാവും കേട്ടോ. നമ്മൾ ഇവളെ കിടന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇവിടെ ട്രോളിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉമ്മ എന്നെ പിടിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയും കേട്ടോ. ഇടയ്ക്ക് അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ വന്ന കാര്യത്തിലേക്ക് നമ്മൾ ഇതേവരെ കടന്നില്ലല്ലോ എന്ന്. 2 സ്ഥലങ്ങളാണ് കേട്ടോ എൻ്റെ വായിൽ നിന്ന് വല്ലാണ്ട് വെള്ളം വന്നത്. ഒന്ന് ഉപ്പിലിട്ടതും അച്ചാറിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് വല്ലാണ്ട് വായിൽ നിന്ന് വെള്ളം വരും കേട്ടോ. ഇത് പിന്നെ ഒരു സ്വീറ്റിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പം നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വെള്ളം വന്ന ഏരിയ ആണ് ഈ സാലഡ്സിൻ്റെ ഏരിയ കേട്ടോ. ഈ 2 ഭാഗത്തുനിന്നും എൻ്റെ വായിൽ നിന്ന് വല്ലാണ്ട് വെള്ളം വന്നു കേട്ടോ. ചിക്കൻ സലാഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിയില്ല, ചിലപ്പോൾ കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സ്നാക്സിൻ്റെ ഏരിയയിൽ വന്ന് ഞങ്ങൾ ഡിഫറെൻ്റായിട്ട് 4 ഐറ്റം വാങ്ങി. ചിക്കൻ മിനി പിസ്സ, ഇറാനി പിസ്സ, ചിക്കൻ പ്രിയാസോ സോഫ്റ്റ് റോള്, മീറ്റ് ബൺ, ഈ 4 ഐറ്റമാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം ചിക്കൻ മിനി പിസ്സയും സോഫ്റ്റ് റോളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോഫിയും ടീയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ചായയും കോഫിയൊക്കെ ഉണ്ട്. ഒരു സ്പേസിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. അതുമല്ല നമ്മൾ ആ വാങ്ങുന്ന അവിടുന്ന് ചൂടാക്കിയും തരും കേട്ടോ. ഇത് ഫ്രോസൺ ഐറ്റംസാണ്. ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിപ്പിംഗ് ക്രീം വേണമായിരുന്നു. പക്ഷേ വലിയ പാക്കറ്റായിരുന്നു, എനിക്ക് ചെറുത് മതിയായിരുന്നു. അപ്പം
ഇവളുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബിസ്ക്കറ്റും കൂടെ വാങ്ങുവാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഇവിടെ ബില്ലിങ്ങിൽ ഡിലേ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾ വാങ്ങിച്ച കളറിംഗ് ബുക്കിൻ്റെ റേറ്റിൽ എനിക്കൊരു ഡിഫറൻസ് തോന്നി. അപ്പം അവരോട് സംസാരിച്ച് അങ്ങനെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതിന് കറക്റ്റ് ചെയ്തു. ഞാൻ പിന്നെ ഡിലേ വന്നുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. അവൾക്കത് വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അവളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഡിലേ ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഒത്തിരി ഡിലേ ആയിപ്പോയി. പിന്നെ പെട്ടെന്ന് എടുക്കുമായിരുന്നേ. ഫുഡ് ബാഗും ബോക്സും പിന്നെ ആ സെറ്റ് അതും കൂടെയാണ് വാങ്ങിയത്. ഈ ഓപ്പണിങ് ആയതുകൊണ്ട് കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബഡ്ജറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.